ഗാസയിലെ 3 കേന്ദ്രങ്ങളിൽ ദിവസേന 10 മണിക്കൂർ വീതം ആക്രമണം നിർത്തിവെക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. അൽമവാസി, ദൈറുൽ ബലാഹ്, ഗാസ സിറ്റി എന്നിവിടങ്ങളിലാണ് സഹായ വിതരണത്തിനായി ആക്രമണം നിർത്തുക എന്ന് ഇസ്രയേൽ അറിയിച്ചു. രാവിലെ 10 മുതൽ രാത്രി 8 വരെ ആക്രമണം ഉണ്ടാകില്ലെന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഗാസയിൽ വ്യാപകമായി പട്ടിണി മരണത്തിനെതിരെ അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമായതിനു പിന്നാലെയാണ് ഇസ്രയേൽ നടപടി. അതേസമയം ഗാസയിൽ പട്ടിണി ബാധിച്ച് കൊല്ലപ്പെടുന്നവർ കൂടിയതോടെ ആഗോള സമ്മർദ്ദത്തിന് വഴങ്ങി ആകാശമാർഗം ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യാൻ ഇസ്രയേൽ തയ്യാറായിരുന്നു. അതിനിടെ ഞായറാഴ്ച പുലർച്ചെ മുതൽ ഗാസയിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 15 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഇന്നും 5 പട്ടിണി മരണവും റിപ്പോർട്ട് ചെയ്തു. സഹായ കേന്ദ്രത്തിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഇന്നലെ 42 പേരാണ് കൊല്ലപ്പെട്ടത്. പട്ടിണി പിടിമുറയ്ക്കിയ ഗാസയിൽ നിന്നുള്ള ഹൃദയഭേദക ചിത്രങ്ങൾ ലോകത്തിന്റെ നോവായി മാറുകയും യൂറോപ്യൻ രാജ്യങ്ങളും മറ്റും ശക്തമായ ഇടപെടൽ നടത്തുകയും ചെയ്തതോടെയാണ് ഉപരോധത്തിൽ നേരിയ മാറ്റം വരുത്താൻ ഇസ്രയേൽ തയ്യാറായത്. ഇതിന്റെ ഭാഗമായി വിമാനമാർഗം ഭക്ഷ്യക്കിറ്റുകൾ ഡ്രോപ്പ് ചെയ്യാനും ചുരുക്കം കേന്ദ്രങ്ങളിൽ ഭക്ഷ്യവിതരണത്തിന് യുനെർവയെ അനുവദിക്കാനും തീരുമാനിച്ചതായി ഇസ്രയേൽ അറിയിച്ചു. എന്നാൽ കരമാർഗം വിപുലമായ സഹായം ഗാസയിൽ എത്തിക്കുകയാണ് വേണ്ടതെന്ന് UN ആവശ്യപ്പെട്ടു. എന്നാൽ ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള വെറും പ്രഖ്യാപനം മാത്രമാണ് ഇസ്രയേലിന്റെതെന്നാണ് ഹമാസ് പറയുന്നത്. അതിനിടെ കടൽമാർഗം ഗാസയിലേക്ക് ഭക്ഷ്യസഹായം എത്തിക്കുന്നതിന് വേണ്ടി പുറപ്പെട്ട ഹന്തല ഫ്രീഡം ഫ്ലോട്ടില ബോട്ട് ഇസ്രയേൽ പിടിച്ചെടുത്തതായി ഫ്രീഡം ഫ്ലോട്ടില കോയിലിഷൻ അറിയിച്ചു. അന്താരാഷ്ട്ര ജലാശയത്തിൽ വെച്ചാണ് ഹന്തല കപ്പൽ തടഞ്ഞത്. ആയുധധാരികളായ നിരവധി സൈനികർ കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും കപ്പലിലുണ്ടായിരുന്ന ആക്ടിവിസ്റ്റുകളെ ബന്ദികളാക്കിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ശനിയാഴ്ച പ്രാദേശിക സമയം രാത്രി 11:43 ഇസ്രയേൽ സൈന്യം കപ്പലിലെ ക്യാമറകൾ വിച്ഛേദിച്ചതിനെ തുടർന്ന് ഹന്തലയുമായുള്ള എല്ലാ ആശയവിനിമയങ്ങളും നഷ്ടപ്പെട്ടതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഗാസ തീരത്തെ സമുദ്രമേഖലയിലേക്ക് അനധികൃതമായി പ്രവേശിച്ചതിന് നാവികസേന ബോട്ട് തടഞ്ഞതായി ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചതായി BBC റിപ്പോർട്ട് ചെയ്യുന്നു. കപ്പൽ സുരക്ഷിതമായി ഇസ്രയേൽ തീരത്തേക്ക് നീങ്ങുന്നുവെന്നും എല്ലാ യാത്രക്കാരും സുരക്ഷിതരാണെന്നും മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു. എന്നാൽ ബോട്ട് എവിടെയാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരവും ലഭ്യമല്ല. ഓസ്ട്രേലിയ, ഫ്രാൻസ്, UK, US എന്നിവയുൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 19 ആക്ടിവിസ്റ്റുകളും അൽ ജസീറയുടെ 2 പത്രപ്രവർത്തകരും അടങ്ങുന്ന സംഘമാണ് ഹന്തല ബോട്ടിലുണ്ടായിരുന്നത്. ഗാസയിലെ ദുരിതത്തെ ആഗോള മനസാക്ഷിയെ വെല്ലുവിളിക്കുന്ന ധാർമ്മിക പ്രതിസന്ധിയെന്നാണ് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് വിശേഷിപ്പിച്ചത്. അന്താരാഷ്ട്ര സമൂഹത്തിൽ കാണുന്ന നിസ്സംഗതയുടെയും നിഷ്ക്രിയത്വത്തിന്റെയും അളവ് എനിക്ക് വിശദീകരിക്കാൻ കഴിയില്ല. അനുകമ്പയുടെ അഭാവം, സത്യത്തിന്റെ അഭാവം, മനുഷ്യത്വത്തിന്റെ അഭാവം എന്നും ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആഗോള അസംബ്ലിയിൽ നടത്തിയ പ്രസംഗത്തിൽ ഗുട്ടറസ് വിമർശിക്കുകയായിരുന്നു. ഓഗസ്റ്റ് പകുതിയോടെ ഗാസയിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ജീവൻ രക്ഷിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ തീർന്നു പോകുമെന്നും ഇതിനകം പോഷകാഹാരക്കുറവുള്ള 10,000 കുട്ടികളെ ഇത് ബാധിക്കുമെന്നും WFP നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ലോകത്തിന്റെ പല കോണിൽ നിന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുമെതിരെ കടുത്ത പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. ഇതൊന്നും വകവയ്ക്കാതെ മുന്നേറുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.